Goodwill പാചകത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് മറ്റൊരു വിഭവമായി വീണ്ടും എത്തിയിരിക്കുകയാണ്. ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് മസാല ദോശയാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന രുചിയുള്ള അതീവ രുചിയുള്ള നമ്മുടെ മസാല ദോശ എങ്ങനെ തയ്യാറാക്കാമെന്ന് നമുക്ക് നോക്കാം. നമ്മളിതിലേക്ക് 1 സ്പൂൺ ഉപ്പാണ് ഇടുന്നത്. ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നമ്മൾ കുക്കർ അടയ്ക്കുന്നു. അടുപ്പിലേക്ക് വയ്ക്കാൻ പോകും. നമ്മുടെ മസാല ദോശയ്ക്കുള്ള ഉരുളക്കിഴങ്ങ് നമ്മൾ വേവിച്ചു. ഇനി അതൊന്ന് ഉടച്ചെടുക്കാം. ചൂടോടുകൂടി അത് ഉടച്ചെടുക്കുകയാണ് ഏറ്റവും നല്ലത്. അപ്പോൾ വേഗം നമുക്കത് ഉടഞ്ഞ് കിട്ടും. ഉടഞ്ഞ് റെഡിയാണ്. നമ്മുടെ മസാല ദോശയുടെ മസാല തയ്യാറാക്കാൻ പോവാണ്. നമുക്ക് അടുപ്പൊന്ന് കത്തിക്കാം. ഇനി നമുക്ക് നമ്മുടെ പാൻ ചൂടായി കഴിഞ്ഞാൽ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഒരു 30 ml വെളിച്ചെണ്ണയാണ് നമ്മൾ ഒഴിച്ചിരിക്കുന്നത്. വെളിച്ചെണ്ണ ചൂടായി കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ കടുക് ഇട്ട് കൊടുക്കാം. 1 ടീസ്പൂൺ കടുകാണ് നമ്മൾ ഇതിലേക്ക് കൊടുത്തത്. കടുക് പൊട്ടി വരുന്നുണ്ട്. നമുക്കിതിലേക്ക് 1 ടേബിൾ സ്പൂൺ പൊട്ടുകടല ഇട്ട് കൊടുക്കാം. കടുകും പൊട്ടുകടലയൊക്കെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് വറ്റൽ മുളകും കറിവേപ്പില കൂടി ചേർത്ത് കൊടുക്കാം. ഇളക്കി കൊടുക്കാം. നമ്മുടെ വറ്റൽ മുളകും കറിവേപ്പില ഒന്ന് ഫ്രൈ ആയി കഴിഞ്ഞാൽ നമുക്ക് ബാക്കി ചേരുവകൾ ഇതിനകത്തേക്ക് ആഡ് ചെയ്യാം. നമ്മളിനി ചേർത്ത് കൊടുക്കാൻ പോകുന്നത് ഇഞ്ചിയാണ്. കട്ട് ചെയ്ത ഇഞ്ചി ആദ്യം ചേർത്ത് കൊടുക്കാം. അടുത്ത് നമ്മൾ പച്ചമുളക്, 2 പച്ചമുളക് കട്ട് ചെയ്തതാണ്. ഇനി നമുക്ക് സവാള ഇട്ട് കൊടുക്കാം. 1 സവാള, വലിയ സവാളയാണ്. ഇനി ഇതിലേക്ക് നമുക്ക് ഉപ്പ് ചേർക്കാം. 1/2 ടീസ്പൂൺ ഉപ്പ്. ഉപ്പ് നമ്മുടെ ആവശ്യത്തിന് മാത്രം ചേർക്കുക. ഒന്ന് വഴറ്റിയെടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ കുറച്ച് ഗീ ചേർക്കുകയാണ്. 1 ടീസ്പൂൺ ഗീ ആണ് നമ്മൾ ഇതിനകത്തേക്ക് ചേർക്കുന്നത്. ഇനി നമ്മളിതിലേക്ക് മഞ്ഞൾപ്പൊടി കുറച്ച് ചേർത്ത് കൊടുക്കുകയാണ്. നമ്മളൊരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയാണ് ഇതിലേക്ക് ഇട്ട് കൊടുത്തത്. നമുക്ക് നന്നായിട്ടൊന്നുകൂടെ ഇളക്കി ഒന്നുകൂടി സവാള ഒന്ന് വഴണ്ട് വരട്ടെ. നമുക്ക് അടുത്ത ചേരുവ ചേർത്ത് കൊടുക്കാം. ഇനി നമ്മളിതിലേക്ക് തക്കാളിയും ക്യാരറ്റും കൂടി ഇട്ട് കൊടുക്കുകയാണ്. നമ്മളിതിലേക്ക് ആദ്യം ക്യാരറ്റ് ഇട്ട് കൊടുക്കാം. ഇനി തക്കാളി കൂടി ഇട്ട് കൊടുക്കാം. ഒരു 1/2 തക്കാളിയാണ് കട്ട് ചെയ്തത്. നന്നായിട്ടൊന്ന് ഇളക്കി മിക്സാക്കാം. തക്കാളിയും ക്യാരറ്റും ഇതെല്ലാം വന്നപ്പോൾ നല്ല കളർഫുള്ളാണ് നമ്മുടെ മസാല ദോശയുടെ മസാല. തക്കാളി ഒന്ന് പതുക്കെ വഴണ്ടി കഴിയുമ്പോൾ നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ചൂടുവെള്ളം ഒഴിക്കുകയാണ് ഏറ്റവും നല്ലത്. നമ്മുടെ തക്കാളിയും ക്യാരറ്റെല്ലാം വഴണ്ട് റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം. വെള്ളം കൂടുതൽ ഒഴിക്കരുത്. നമ്മുടെ ആ മസാല ഒന്ന് ഇതാവാൻ വേണ്ടിയിട്ട് മാത്രം വെള്ളം ഒഴിക്കുക. ഇനി നമുക്കിതിലേക്ക് നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന നമ്മുടെ ഉരുളക്കിഴങ്ങ് ഉടച്ചത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇത് 2 അത്യാവശ്യം വലിപ്പമുള്ള ഉരുളക്കിഴങ്ങ് വേവിച്ചതാണിത്. ഇത് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കാം. നമ്മുടെ മസാല ദോശയുടെ മസാല അത്യാവശ്യം ഏകദേശം റെഡി ആയിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ മല്ലി ഇല കട്ട് ചെയ്ത് വെച്ചിരിക്കുന്നത് ചേർത്ത് കൊടുക്കാം. ഇളക്കി കൊടുക്കാം. അത് നമ്മുടെ മസാല ദോശയുടെ മസാല റെഡി ആയിട്ടുണ്ട്. നമുക്ക് ഫയറെല്ലാം ഓഫ് ചെയ്യാം. എന്നിട്ടതൊരു പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കാം. അതിനുശേഷം ദോശ ചുടാൻ നേരത്ത് നമുക്കതെടുത്ത് അതിൽ ഇട്ട് മസാല ദോശ റെഡിയാക്കാം.
നമ്മുടെ മസാല നമ്മൾ ഈ ബൗളിലേക്ക് കോരിയിടാം. ഇത് നമുക്കൊരു 3-4 മസാല ദോശ ഇടാനുള്ള മസാലയുണ്ട്. നമ്മൾ ഇന്നലെ തയ്യാറാക്കി വെച്ച നമ്മുടെ ദോശയുടെ ബാറ്ററാണിത്. ദോശയുടെ ബാറ്റർ കുറച്ച് ലൂസായിരിക്കണം. ഇഡ്ഡലിയുടെ ബാറ്റർ തിക്കായിരിക്കും, എന്നാൽ ദോശയുടെ ബാറ്റർ കുറച്ച് ലൂസായിരിക്കണം. എന്നാലാണ് നമുക്ക് നല്ല ക്രിസ്പി ആയിട്ടുള്ള ദോശ കിട്ടും. നമ്മുടെ ബാറ്റർ തയ്യാറായി, ഉപ്പൊക്കെ ചേർത്ത് നമ്മൾ മിക്സ് ചെയ്ത് റെഡിയാക്കി വെച്ചു. ഇനി നമ്മുടെ മസാല ദോശകളുടെ മസാലയും നമ്മൾ പ്രിപ്പയർ ചെയ്ത് വെച്ചു, റെഡിയാണ്. ഇനി നമുക്ക് അടുപ്പ് കത്തിച്ച് നമ്മുടെ തവയിലേക്ക് പാനിലേക്ക് ഇട്ട് ദോശ തയ്യാറാക്കാം. നമ്മുടെ മസാല ദോശ ഉണ്ടാക്കാൻ വേണ്ടി നമ്മൾ റെഡിയാക്കുകയാണ്. അപ്പോൾ അതിനകത്ത് നമ്മൾ കുറച്ച് ഓയിലും ഗീയും കൂടി ഒന്ന് മിക്സ് ചെയ്ത് വെക്കാം. നമ്മളിപ്പോൾ ഓയിലും കുറച്ച് ഗീയും കൂടി മിക്സ് ചെയ്ത് റെഡിയാക്കുകയാണ്. കാരണം ഇത് നമ്മൾ ദോശയിലേക്ക് തളിച്ച് കൊടുക്കുമ്പോൾ നമ്മുടെ ദോശയ്ക്ക് നല്ല ക്രിസ്പിനെസ്സും കിട്ടും, നെയ്യുടെ നല്ല ഫ്ലേവറും കിട്ടും. അതിന് വേണ്ടിയിട്ടാണ് രണ്ടും ചേർത്ത് നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്നത്. നമ്മുടെ പാൻ ചൂടായിട്ടുണ്ട്, തവ റെഡിയാണ്. നമുക്കത് നമ്മുടെ ദോശ ബാറ്ററിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. നന്നായി പരത്തിയിടുക. നമ്മുടെ തവ എത്ര വലുതാണോ അത്രയും വലുതാക്കി നമുക്ക് ദോശ റെഡിയാക്കാം. ഇനി നമ്മൾ ഗീയും ഓയിലും കൂടി നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്നത് ഇതിനകത്തേക്ക് തളിച്ചു കൊടുക്കാം. അപ്പോൾ ഗീയും ഓയിലും തളിച്ച് കഴിഞ്ഞപ്പോൾ തന്നെ ഗീയുടെയും ഓയിലിൻ്റെയും കൂടെ ഗീയുടെ നല്ല സ്മെല്ല് വന്നു തുടങ്ങി. ദോശ നല്ല മുരിഞ്ഞ് വരുമ്പോൾ നല്ല ടേസ്റ്റായിരിക്കും. നമുക്ക് സൈഡിൽ നിന്ന് പതുക്കെ ഒന്ന് എടുത്ത് നോക്കാം. അത് ഇനി നമുക്ക് നമ്മുടെ മസാല റെഡിയാക്കി വെച്ചിരിക്കുന്നത് ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം. ചെറുതായിട്ടൊന്ന് പരത്തി വയ്ക്കാം. കുറച്ചുകൂടി ഗീ ഒന്ന് കളിക്കാം. ഇനി നമുക്കിത് മടക്കിയെടുക്കാം. നമുക്കിതൊരു ട്രയാങ്കിൾ ഷേപ്പിൽ മടക്കി നല്ല ഭംഗിയായിട്ട് എടുക്കാം. നമ്മുടെ പ്ലേറ്റിലേക്ക് ഇത് മാറ്റാം. നമ്മുടെ മസാല ദോശ നമ്മൾ പ്ലേറ്റിലേക്ക് മാറ്റി വയ്ക്കാം. നമ്മുടെ രുചികരമായ ആരോഗ്യത്തിന് ഉത്തമമായ നമ്മുടെ മസാല ദോശ റെഡിയാണ്. എല്ലാവർക്കും ഇത് ഇഷ്ടപ്പെടും. സാമ്പാറും ചട്നി കൂടി ആയിക്കഴിഞ്ഞാൽ ബലെ ഫേഷ്. എല്ലാവരും ഇത് ഇതുപോലെ തന്നെ തയ്യാറാക്കി നോക്കുക. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യൂ, ഷെയർ ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ. പിന്നെ അടുത്തുള്ള ബെൽ ബട്ടൺ മറക്കാതെ അമർത്തുക. താങ്ക് യു.